ചേച്ചി എന്താ എന്നെ കൂടെ കണിയോ? ഇല്ല, നിന്നെ കാണിച്ചിട്ടില്ല. പോയി വല്ല പണിയെടുക്കാൻ നോക്ക്. പോവച്ചേ നീക്ക്, നിന്നെ കാണിച്ചിട്ടല്ലേ എന്റെ പണി. പിള്ളേരെ പിടിച്ചേ, ഞാൻ പോയി മിച്ചർ എടുത്തിട്ട് വരാം. അതെന്താ എനിക്ക് ചെറുതും ഇവക്ക് വലുതും? എനിക്കൊന്നും വേണ്ട. ചേച്ചി ഈ പാത്രം എടുത്തോ. പോവച്ചോ നീ. മോളെ നീ ഇങ്ങോട്ട് നോക്ക്, അവളുടെ സ്വഭാവം നിനക്ക് അറിയാലോ, എല്ലാത്തിനും അവൾക്ക് പ്രശ്നമാ. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? മോളെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആന്റി എന്നാലും ചേച്ചി അങ്ങനെ പറയുന്നത് ചേച്ചിയുടെ സ്വഭാവം അതായി പോയില്ലേടാ. സാരമില്ല, നീ വിഷമിക്കാതിരിക്കും. ചേച്ചിയോട് ഞാൻ പറഞ്ഞോളാം. ചേച്ചി ഞാൻ പറഞ്ഞ മനസ്സിലായി. ചേച്ചി എന്ത് മനസ്സിലാക്കാൻ? ചേച്ചിയായിട്ടുള്ള പ്രശ്നം ഞാൻ തീർത്തുതരാം മോൾക്ക്. എന്താ നീ എന്തിനാ നേരത്തെ കാണിച്ചത്? നിന്നോട് ഒരു 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒന്നും കാണിക്കരുതെന്ന്. ഒന്നില്ലെങ്കിൽ അവൾ ആരും ഇല്ലാത്തല്ലേ, നീ അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? എപ്പോഴും ഞാൻ പറഞ്ഞു തരണോ? അവള് വന്ന് കയറിയപ്പത്തോട്ട് തുടങ്ങിയതാ അമ്മ. അവക്കും എല്ലാം കൂടുതൽ കൊടുക്കുന്നത്. ഞാനാണ് അമ്മയുടെ മോള്, അത് അവളാണോ? മോളെ നിനക്കറിയാലോ അവളുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നില്ലേ? ഒന്നുമില്ലല്ലോ, അവളെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? നമുക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. നീ അവൾക്ക് എപ്പോഴും കൂട്ടായിട്ടിരിക്കണം. അല്ലാതെ നീ എപ്പോഴും അവളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ചെയ്യേണ്ടത്. നാളെ തൊട്ട് നീ അവളോട് ചെന്ന് നീ സോറി പറഞ്ഞിട്ട് അവളോട്ട് നല്ല കൂട്ടാവാൻ നോക്ക്. സോറി അമ്മ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇനി മുതൽ അവൾ എന്നും എന്റെ അനിയത്തി തന്നെ ആയിരിക്കും.